ഹലോ, അൻമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സെറ്റ് മുണ്ട് കൊടുക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ അവസാനം സെറ്റ് മുണ്ടിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ കാണിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് ആ ഹെയർ സ്റ്റൈലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ചെയ്ത ഹെയറാണ്, എങ്കിലും കുറച്ച് നാളായി ചെയ്തിട്ട് അതുകൊണ്ട് അതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് കേളിയായിട്ടുണ്ട്. നല്ല കേളി ഹെയറുള്ള ഒരു ആളായിരുന്നു ഈ കസ്റ്റമർ. അപ്പോൾ ഇപ്പോൾ വീണ്ടും റൂട്ടൊക്കെ ഒന്ന് കേളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ ഫുൾ മുടി നമ്മളിപ്പോൾ അയൺ ചെയ്തെടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ അയൺ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈല് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത് ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ കുറേ ചെറിയ ചെറിയ മുടികളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കേളിയായിട്ടിരിക്കുകയാണ്. അതൊക്കെ അയൺ ചെയ്ത് നിവർത്തിയാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, നിങ്ങളിൽ പലരും ഇങ്ങനെ ചെയ്യുന്നുമുണ്ടായിരിക്കും. എങ്കിലും അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു പ്രയോജനകരമാകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഫുൾ മുടിയും അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ നടുക്കുന്ന വകച്ചിലെടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾ ഏത് രീതിയിലാണോ ഹെയർ സ്റ്റൈൽ സ്ഥിരമായി ചെയ്യുന്നത് ആ രീതിയിൽ മുടിയെടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ കുറേശ്ശെ മുടിയെടുത്ത് ചുറ്റി ഒരു സൈഡ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് ഏറ്റവും ചേരുന്നൊരു സ്റ്റൈലായിരിക്കുമല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന രീതിയിൽ മുടി വകച്ചിലെടുത്തിട്ട് വേണം ചെയ്യാനെന്ന്. അതല്ല അതിനേക്കാളും ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇന്ന രീതിയിൽ മുടി വകച്ചിലെടുക്കണം എന്നില്ല. ഏത് രീതിയാണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് ആ രീതി വകച്ചിലെടുത്തിട്ട് ഇതുപോലെ മുടി ചുറ്റി പുറകിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം മറ്റേ സൈഡിൽ നിന്നും അതേ രീതിയിൽ മുടി കുറേശ്ശെ എടുത്ത് ചുറ്റി ആ സൈഡിൽ നിന്നും പുറകിൽ കൊണ്ടുവന്ന് മുടി ഒരു സൈഡ് ഉപയോഗിച്ച് പിൻ ചെയ്ത് വയ്ക്കാം. കണ്ടോ, നമ്മളിപ്പോൾ രണ്ട് സൈഡിൽ നിന്നും മുടി ചുറ്റി കൊണ്ടുവന്ന് പുറകെ കുത്തിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം അവനവന് തനിയെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാതെ. അതിനുശേഷം കുത്തിയ സ്ലൈഡ് അഴിഞ്ഞു പോകാതെ ബാക്കിയുള്ള മുടികൾ നമുക്ക് വേണേൽ ഒന്നുകൂടെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് പൂവും കൂടെ വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ബ്ലൗസിന് ചേരുന്ന കനകാമ്പരപ്പൂവും മുല്ലപ്പൂവും കൂടെ മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.